നിമിഷങ്ങളിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നത് സബ്ജക്റ്റുകളിൽ ഒന്നാണ് പാരന്റിംഗ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കേസസ് ഒരാഴ്ച ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകളിൽ ഒന്നാണ് പാരന്റിംഗ്. എങ്ങനെ നല്ല മാതാപിതാക്കളാകാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനോഹര പറച്ചിലുകളിലാണ് പഠനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു പിടികിട്ടാത്ത രഹസ്യമായിട്ട് നിൽക്കാം. ഇപ്പോഴും വളരെ ടഫായിട്ടുള്ള കാര്യമായിട്ട് പാരന്റിംഗ് നോക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ സമൂഹത്തിന്റെ സ്ഥിതി മാറുന്നതനുസരിച്ച് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം മാറുകയാണ്. ഒരു 20 വർഷം മുമ്പുള്ള പാരന്റ്സിന്റെ കടമയല്ല ഇന്നത്തെ പാരന്റ്സിന്റെ കടമ. ഇപ്പൊ സൈബർ പാരന്റിംഗ് എന്ന് പറഞ്ഞിട്ട് പുതിയ സബ്ജക്റ്റ് വന്നിരുന്നു. എങ്ങനെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ഫോർമേഷൻ കൊടുത്തെടുക്കാം. അപ്പോ നമ്മൾ ഈ പുരുഷപ്പോഴും പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവച്ചു തുടങ്ങുകയാണ്. ഒന്നാമതായിട്ട് ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് പാരന്റ്സിനും വേണം. പാരന്റ്സിനുണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. കുഞ്ഞുങ്ങളിലേക്ക് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് കൊടുക്കാൻ ഒരു ക്രിയാത്മകമായ മനോഭാവം. പലപ്പോഴും സങ്കടകരമായി തോന്നുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജി, ഇത് നെഗറ്റീവ് വാക്കുകളിലൂടെ പുറപ്പെടുന്ന ഒരു നെഗറ്റീവ് വൈബ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. ചിന്തിക്കേണ്ടതാണ്. എപ്പോഴും ഇങ്ങനെ പഠിക്കുക എന്ന് കുഞ്ഞുങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ അവനെ കണ്ടുപിടിക്കുന്നു, അവളെ നോക്കുന്നു, നീ എങ്ങനെയായിക്കൊള്ളു. പിന്നെ നെഗറ്റീവ് എനർജി കൈമാറുന്ന വാക്കുകൾ സാധിക്കുന്നിടത്തോളം മാറ്റുന്നു. കുഞ്ഞുങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റുന്നു. അപ്പോഴാണ് ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. ഇത് കുഞ്ഞുങ്ങൾ കൈമാറണമെങ്കിൽ ഡാഡിക്കും മമ്മിക്ക് ഉറപ്പായിട്ട് ഈ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് വേണം. ഇതിന്റെ കുറവുകൾ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യണ്ടേ. കുറവിനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക്. ഞാൻ ഒരു ജ്ഞാനഗുരുവായൂർ അച്ഛൻ പറഞ്ഞ ഒരു സംഭവം ഓർക്കാണ്. മുത്തുവും മീരയും എന്ന് പറയുന്ന തമിഴ് ദമ്പതികൾ. അവര് കല്യാണം കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു, ഒരു ആൺകുട്ടി. മലയാളികളുമായിട്ട് ഒരു ബന്ധപ്പെട്ട് ജീവിക്കുന്ന ദമ്പതികളായതുകൊണ്ട് അവർക്കുണ്ടായ കുഞ്ഞിന് മനുക്കുട്ടൻ എന്ന് പേരിട്ടു. മനുക്കുട്ടനെ അവർ വളരെ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിക്കൊണ്ടുവരുന്നു. മനുക്കുട്ടൻ വളരുന്നതനുസരിച്ച് അവർക്കൊരു കാര്യം പിടികിട്ടി. മനുക്കുട്ടൻ നോർമലായിട്ടുള്ള ഒരു കുഞ്ഞല്ല, ഒരു മന്ദബുദ്ധിയായിട്ടുള്ള കുഞ്ഞാണ്. അത് വല്ലാതെ അവരെ വിഷമിപ്പിച്ചു. അപ്പം ഹൈന്ദവരായിട്ടുള്ള മുത്തുവിനും മീരയ്ക്കും അറിയാവുന്ന പ്രാർത്ഥനകളും പൂജകളും കാഴ്ചകളും അമ്പലങ്ങളും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോയി. ഒപ്പം തന്നെ പള്ളികളും ഒക്കെ കയറി ഇറങ്ങുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടും മനുക്കുട്ടന് മാറ്റമൊന്നും ഉണ്ടായില്ല. 11 വയസ്സായ മനുക്കുട്ടൻ ഇപ്പോഴും മുത്തുവിൻ്റെയും മീരയുടെയും ഒരു സങ്കടമായിട്ട് മനുക്കുട്ടൻ ഇങ്ങനെ നിലനിൽക്കുകയാണ്. മുത്തു കൽപ്പണിക്കാർക്ക് സഹായിയായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഈ സിമൻ്റൊക്കെ കൂട്ടിക്കുഴച്ച് കൊടുക്കുന്ന ഒരാൾ. സ്ഥിരമായിട്ട് മുത്തു ജോലിക്ക് പോകുന്ന വർഗീസ് എന്ന് പറയുന്ന മേസരിയുണ്ട്. മേസരി ഇടയ്ക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ചോദിച്ചു, മുത്തു, നിന്റെ കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട്? കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മുത്തുവിൻ്റെ മുഖവും നേരിടും. കാരണം അതൊരു സങ്കടത്തിൻ്റെ ഓർമ്മയാണ്. മുത്തു പറഞ്ഞു, വർഗീസേട്ട പഴയ പോലെ തന്നെയാണ്. വർഗീസേട്ട മുത്തുവിനോട് അന്ന് പെട്ടെന്ന് പറയുകയാണ്, നിനക്ക് ഞങ്ങളുടെ ധ്യാന കേന്ദ്രങ്ങളിലൊന്ന് പോയി ഒരു ധ്യാനം കൂടാൻ പാടില്ലേ? എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. എന്തുമാത്രം അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ക്യാൻസർ മാറുന്നു, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് അത് സൗഖ്യപ്പെടുന്നു. ഒന്ന് പോയി നോക്ക്. മുത്തു അത് കേട്ടിട്ട് മീരയോട് ഒന്ന് പറഞ്ഞു, എടി മീര, മേസരി പറയാണ് അവരുടെ ധ്യാനത്തിന് പോയാൽ നമ്മുടെ കൊച്ചിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? മീര പറഞ്ഞു, നമ്മുടെ കുഞ്ഞിന് വേണ്ടി എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. അങ്ങനെ അടുത്ത ആഴ്ചയിലുള്ള ധ്യാനത്തിന് വർഗീസേട്ടൻ തന്നെ മുൻകൈയെടുത്ത് നമ്മുടെ മുത്തുവിനെയും മീരയും മനുക്കുട്ടനെയും കൊണ്ടുപോവുകയാണ്. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന ധ്യാനത്തിന് 4 മണിക്ക് തന്നെ
ധ്യാനകേന്ദ്രത്തിലെത്തി. പേര് രജിസ്റ്റർ ചെയ്തു, ബാഡ്ജൊക്കെ കിട്ടി. വർഗീസേട്ടൻ തിരിച്ചു പോരുകയും ചെയ്തു. വോളണ്ടിയേഴ്സ് അവർക്ക് താമസിക്കാനുള്ള ഡോർമെട്രിയിൽ കൊണ്ടുപോയിട്ട് മുത്തുവിനെയും മീരയും മനുക്കൂട്ടനെയും ബാഗെല്ലാം വെക്കാൻ സഹായിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, 6 മണിക്കാണ് തുടങ്ങുന്നത്, അന്നേരം ഹാളിൽ വന്നാൽ മതി. അതുവരെ നിങ്ങൾ ഇവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണും. മുത്തുവും മീരയും മനുക്കൂട്ടനെയും പിടിച്ച് ഇങ്ങനെ ധ്യാനകേന്ദ്രത്തിന്റെ പരിസരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുക. നടക്കുന്ന സമയത്ത് ഒരു ഡോറിന്റെ മേളിൽ ഡയറക്ടർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു അച്ഛൻ ഇരിപ്പുണ്ട്. അപ്പം മുത്തുവിനോട് മീരയാണ് പറഞ്ഞത്, ഈ അച്ഛനായിരിക്കും ധ്യാനിപ്പിക്കുന്നത്, നമുക്ക് ഈ അച്ഛനോട് മനുക്കൂട്ടന്റെ കാര്യം പറയാം. മുത്തുവിന് അത് നല്ലതായിരിക്കും എന്ന് തോന്നി. രണ്ടുപേരും കൂടി അച്ഛൻ്റെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ മുത്തു, ഇതെൻ്റെ ഭാര്യ മീര, ഞങ്ങളുടെ കുഞ്ഞ് മനുക്കുട്ടൻ. ഞങ്ങളുടെ കുഞ്ഞിന് മാറ്റം വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നത്. മാറ്റം വരുമോ അച്ഛൻ? അച്ഛൻ എന്തു പറയും? അച്ഛൻ പറഞ്ഞു, പൂവ് മാറും, ഇവിടെ ഒരുപാട് അത്ഭുതം നടക്കുന്നതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, അത് കേട്ടപ്പോൾ മുത്തുവിനും മീരയ്ക്കും വലിയൊരു ആശ്വാസം, സന്തോഷം ഉണ്ടായി. ഞങ്ങളുടെ കുഞ്ഞ് മാറാൻ പോകുന്നു. അങ്ങനെ പ്രതീക്ഷയോടെ ധ്യാനകേന്ദ്രത്തിൽ ഏറ്റവും മുന്നിൽ വന്നിരുന്നു. അവർക്ക് അറിയാൻ പാടില്ലാത്ത പ്രാർത്ഥനകളും അറിയാൻ പാടില്ലാത്ത ആരാധനകളൊക്കെ ആയിരുന്നു. എന്നിട്ടും അവർ നിറഞ്ഞ മനസ്സോടെ പങ്കുചേർന്നു. പക്ഷേ പ്രാർത്ഥിക്കുമ്പോഴും യേശുവെന്ന് വിളിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുത്തുവും മീരയും കണ്ണു തുറന്ന് കുഞ്ഞിനെ നോക്കും, മനുക്കുട്ടൻ മാറിയോന്ന്. 1-ാം ദിവസം നോക്കി 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 നിന്നതല്ലാതെ മനുക്കുട്ടൻ ഒരു മാറ്റവും ഉണ്ടായില്ല. അന്നത്തെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സങ്കടമായിരുന്നു. മനുക്കുട്ടന് മാറ്റമൊന്നുമില്ല. ഉറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ്റെ അടുത്ത് കയറി വീണ്ടും പറഞ്ഞു, അച്ഛാ, മാറ്റമൊന്നും ഉണ്ടായില്ല. അച്ഛൻ പറഞ്ഞു, തുടങ്ങിയല്ലേ ഉള്ളൂ, ഇനിയും 3 ദിവസമില്ലേ, പ്രാർത്ഥിക്കും. പ്രതീക്ഷയോടെ അന്ന് ഉറങ്ങി. രാവിലെ വീണ്ടും ധ്യാനം ആരംഭിച്ചു. അന്നും പതിവ് പോലെ പ്രാർത്ഥനകളും മനുക്കുട്ടനെ നോട്ടവും എല്ലാം പതിവ് പോലെ നടന്നു. അന്നത്തെ ധ്യാനം കഴിഞ്ഞും മനുക്കുട്ടൻ മാറിയില്ല. അന്നും തിരിച്ചുറങ്ങാൻ പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ മാറ്റമൊന്നും ഇല്ലല്ലോ. അച്ഛൻ പറഞ്ഞു, എപ്പോഴും വരണ്ട, മാറും, ഉറപ്പായിട്ട് മാറും, ഇനിയും 2 ദിവസമില്ലേ. പ്രിയമുള്ളവരെ, 3-ാം ദിവസവും പതിവ് പോലെ കടന്നുപോയി, മാറിയില്ല. 4-ാം ദിവസവും ഒരു പ്രതീക്ഷയോടെ ഇരുന്നു, മാറിയില്ല. ലാസ്റ്റ് ദിവസം, പിറ്റേ ദിവസം രാവിലെയാണ് ധ്യാനം തീരുന്നത്. ധ്യാനം തീരുന്നതിൻ്റെ തലേദിവസം വീണ്ടും അവർ അച്ഛൻ്റെ അടുത്ത് ചെന്നു.